ടീച്ചറിന്ന് കുട്ടികൾക്കൊരു കഥ പറഞ്ഞു തരാം. ആമയുടെ കഥ. ഒരു അമ്മക്കുരുവിയുടെ കഥ. ഒരിടത്ത് ഒരു കാട്ടിൽ വലിയ ഒരു പുഴയുണ്ടായിരുന്നു. ഈ പുഴയിൽ ഒരു ആമ താമസിച്ചിരുന്നു. പുഴയിലും തീരത്തുമായി ആമ കളിച്ചുല്ലസിച്ച് അവിടങ്ങനെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിൽ ഒരു അമ്മക്കുരുവി കൂടുണ്ടാക്കുന്നത് ആമ കണ്ടു. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളും ഒക്കെ കൊണ്ട് ദിവസങ്ങളെടുത്താണ് അമ്മക്കുരുവി തൻ്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആമ പുഴക്കരയിലിരുന്ന് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൂടുണ്ടാക്കി കഴിഞ്ഞതും അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തൻ്റെ 3 കുരുവിക്കുഞ്ഞുങ്ങളുമൊക്കെയായി അവർ ആ വീട്ടിൽ താമസവും തുടങ്ങി. അമ്മക്കുരുവിയുമായി ആമ പെട്ടെന്ന് തന്നെ ചങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്! കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാനൊരു ഭംഗിയുമില്ല. മാത്രമല്ല, മേൽക്കൂര ഇല്ലാത്തത് കൊണ്ട് തന്നെ മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇത് കേട്ട അമ്മക്കുരുവി ചിരിച്ചു. എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എൻ്റെ പുറന്തോട് തന്നെയാണ് എൻ്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാനതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മക്കുരുവി തൻ്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീട് പണിയുന്നത്. മാത്രമല്ല, എൻ്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതുമാണ്. കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷേ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമയോടും കൂടിയാണ് താമസിക്കുന്നത്. നിൻ്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരുമായിരിക്കും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ താമസിക്കാൻ സാധിക്കൂ. ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ താമസിക്കുന്നത്? അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, നീ പറഞ്ഞത് ശരിയാണ്. എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് ഒരു വീട് വീടാകുന്നത്. അങ്ങനെ വീടിനെക്കുറിച്ചുള്ള ആമയുടെ ധാരണകൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആമ അത് തിരുത്തുകയും ചെയ്തു. പിന്നീട് കുറേ കാലങ്ങൾ ആമയും അമ്മക്കുരുവിയും നല്ല സുഹൃത്തുക്കളായി സന്തോഷത്തോടെ കഴിഞ്ഞു. കുട്ടികൾക്ക് കഥ ഇഷ്ടമായോ? ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? അമ്മക്കുരുവിയെയാണോ ആമയെയാണോ? ആരെയാണ് ഇഷ്ടമായത്? പറഞ്ഞു തരൂ, ആരെയാണ് ഇഷ്ടമായതെന്ന്.